അങ്ങനെ രണ്ടാമത്തെ കല്ലടയുടെ ബോംബ് ഐറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ കേപ്പലിന്റെ GT തന്നെയാണ്. നമ്മുടെ ഭാരത് ബെൻസിന്റെ ഹെവി ഡ്യൂട്ടി ചേസസിൽ വരുന്ന 18-24 അടുത്താണ്. എങ്ങനെയുണ്ട് സാധനം? കേരളത്തിലത്തെ ആദ്യത്തെ കേപ്പലിലെ GT പ്രകാശ് ബോഡി ബിൽഡേഴ്സ് ചെയ്തിട്ടുള്ള കേപ്പലിലെ GT ഇങ്ങനെ ഉണ്ടായിട്ടും ഫ്രഷ് ആയിട്ടില്ലേ. നമ്മുടെ കല്ലട ഗ്രൂപ്പ് ആട്ടത് സ്വന്തമാക്കിയേക്കണം. G4 എന്നാണ് ഈ ഒരു പുതിയ ബ്രാൻഡിന്റെ പേര്. നമ്മുടെ കേപ്പലിലെ GTയുടെ ആ ഒരു പുതിയ ഫേസും അതുപോലെ ഉള്ളില് കുറെ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാം. 2 കളറിലാണ് ഇപ്പൊ വണ്ടി ഇറക്കിയേക്കണേ. ഒന്ന് ഈ കാണുന്ന ബ്ലൂ കളറും പിന്നെ ഒരു ഓറഞ്ച് കളറും ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആ ഒരു നീട്ടുള്ള കൊമ്പൊക്കെ കാണാം. പിന്നെ ഡുവൽ വൈപ്പർ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. ഫ്രണ്ട് ഫേസ് കുറച്ചും കൂടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഭാരത് ബെൻസിന്റെ ആ ഒരു ലോഗോ ഒക്കെ കാണാം. ഒരു ചെറിയ ഗ്രില്ലൊക്കെ വരുന്നുണ്ട്. അവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേപ്പലിലെ GTയുടെ ഈ ഒരു കൗളാട്ടോ. ഫ്രണ്ട് കൗള മാത്രമല്ല ഹെഡ്ലൈറ്റ് നോക്കിയ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ്. അതിന്റെ ചുറ്റിലും ഒരു DRL വരുന്നുണ്ട്. ഡോട്ട് ആയിട്ട് വരുന്ന DRL ആണ്. താഴ്വശത്തും ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ സ്വീക്വൻഷ്യലുള്ള ഒരു ഇൻഡിക്കേറ്റർ വേറെയും വരുന്നുണ്ട് കേട്ടോ. ഞാൻ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഒരു താഴെ നൈസായിട്ടുള്ള കവള് വേറെ ഉണ്ട്. നമ്മുടെ പ്രകാശിന്റെ ഏറ്റവും പുതിയ ഒരു ലോഗോ ഒക്കെ കാണാം. ഇതാണ് സ്വീക്വൻഷ്യലുള്ള ഇൻഡിക്കേറ്റർ. ഒരു റൈറ്റ് പോലെ ഇങ്ങനെ പോണണ്ട. നല്ല രസമില്ലേ കാണാനായിട്ട്. ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഗംഭീര ഗ്രാഫിക്സ് ആട്ടാ. അവരുടെ ഏറ്റവും പുതിയ G4 എന്നുള്ള ഒരു ബ്രാൻഡിന്റെ ആ ഒരു ലോഗോ ഒക്കെ ഇവിടെ കാണാം. പിന്നെ വാഹനത്തിന്റെ അകത്തുള്ള ഒരു ഫീച്ചേഴ്സ് ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭാരത് ബെൻസിന്റെ ലോഗോ കാണാം. കല്ലട ഗ്രൂപ്പിന്റെ ഒരു ലോഗോ സൈഡിൽ വരുന്നുണ്ട്. ചെറിയൊരു സ്റ്റെപ്പ് വരുന്നുണ്ട് അകത്ത് കയറാനായിട്ട്. മോസ്റ്റ് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. ക്യാബിന്റെ ലെങ്ത് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആട്ടെ തവണ. ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് കാണാം. പിന്നെ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും എല്ലാം തന്നെ എയർ സസ്പെൻഷൻ യൂണിറ്റുകളാട്ടോ സെറ്റ് ചെയ്തേക്കണേ. ഈ ഭാഗത്ത് ഒരു ഗ്രാഫിക്സ് ഒക്കെ നോക്കിയ താഴെ ഒരു നല്ല തിക്ക് ഫോറസ്റ്റ് കാണാം. അതുപോലെ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള സ്കൈ ഇവിടെ കാണാം. വലിയ മലനിരക്കുകളൊക്കെ കാണാട്ടാ. 22 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് ഫ്രണ്ടിലും ബാക്കിലും യൂസ് ചെയ്തേക്കണം. ഫ്രണ്ട് ആക്സിൽ നോക്കുകയാണെങ്കിൽ IF 7.0 ആട്ടോ യൂസ് ചെയ്തേക്കണം. പിന്നെ മാത്രമല്ല സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 2+1 ആട്ടോ അതിന്റെ അകത്ത് ബർത്തുകളുടെ കാര്യങ്ങൾ. പ്രീമിയം സ്ലീപ്പർ എന്നുള്ളൊരു സ്റ്റിക്കർ കാണാം. കല്ലടയുടെ ഒരു ഒഫീഷ്യൽ ലോഗോ വരുന്നുണ്ട് ഈ സൈഡില്. 13.5 മീറ്റർ ചേസസിലാട്ട് ഈ ഒരു വാഹനം സെറ്റ് ചെയ്താണ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഇൻഫിനിറ്റിയുടെ ഒരു ലോഗോ പോലത്തെ ഒരു സെറ്റപ്പ് കാണാം. അതിന്റെ അകത്തുനിന്ന് ഒരു വാട്ടർഫോൾ വരുന്നുണ്ട്. കുറച്ച് ആ ഒരു തിക്ക് ഫോറസ്റ്റ് ഉള്ള സെറ്റപ്പുകളൊക്കെ അവിടെയും കാണാം. ഒരു വീടുണ്ട്, അവിടെ പുകയൊക്കെ പോണ കാണാം. മനസ്സിനും ശരീരത്തിനും ഒരേപോലെ തന്നെ ആ ഒരു തണുപ്പിക്കുന്ന രീതിക്കാട്ടെ ഇതിന്റെ സൈഡിലത്തെ ഗ്രാഫിക്സ് സെറ്റ് ചെയ്താണ്. എന്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴും ഇവിടെ നമുക്ക് ആ ഒരു വീൽ കപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രകാശിന്ന് ആ ഒരു ലോഗോ കാര്യങ്ങളും അവിടെയും നമുക്ക് കാണാൻ പറ്റും. ബാക്കിലും എയർ സസ്പെൻഷൻ യൂണിറ്റ് ആട്ടോ. വണ്ടി ഓടിക്കുമ്പോഴും ജാതി സുഖം തന്നെയാണ്. പിന്നെ എനിക്ക് അടുത്തത് ഇഷ്ടപ്പെട്ടത് കേപ്പലിലെ GTയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ ബാക്ക് ഫേസ്. മുകളിൽ കല്ലട ഗ്രൂപ്പിന്റെ ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ കാണാം. സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഒരു ടൈൽ ലാമ്പ് കാണാം. അവിടെ ഒരു ക്യാമറ യൂണിറ്റ് വരുന്നുണ്ട്. പ്രകാശിന്റെ ലോഗോ കാണാൻ താഴെ. കൂടെ തന്നെ നമ്മുടെ ഭാരത് ബെൻസ് എന്നുള്ള ഒരു ലോഗോ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയും താഴത്തായിട്ടാണ് നമ്മുടെ എമർജൻസി എക്സിറ്റ് ഒക്കെ വരുന്നത്. അത് എപ്പോഴും തുറക്കാനൊന്നും പറ്റും. ബാക്ക് സൈഡിലും G4 എന്നുള്ള ഒരു പുതിയ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളും സ്റ്റിക്കറിംഗ് ഒക്കെ നമുക്ക് അവിടെ കാണാം. പിന്നെ പ്രകാശിന്റെ ഒരു ലോഗോ താഴെ വരുന്നുണ്ട്. പിന്നെ കേപ്പലിലെ GTയുടെ എനിക്ക് അടുത്തൊരു ഇഷ്ടപ്പെട്ടാണ് ഈ ടൈൽ ലാമ്പ് യൂണിറ്റ്. പ്രീമിയം കാറുകളൊക്കെ വരുന്ന രീതിക്ക് ആ ഒരു സീക്വൻഷ്യലുള്ള LED ഇൻഡിക്കേറ്ററുകളായിട്ട് ഇങ്ങനെ ഓടി നടക്കണമൊക്കെ നല്ല രസമില്ലേ. ടൈൽ ലാമ്പും ഹെഡ് ലാമ്പും എല്ലാ ലൈറ്റുകളും വാഹനത്തിന്റെ LED ആട്ടാ. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. എന്താ വെച്ചാൽ കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വാഹനങ്ങളിലും ഒരുപാട് കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ റിയർ പാർക്കിംഗ് സെൻസറുകളൊക്കെ വരുന്നുണ്ട്. ക്യാമറ വിഷ്വൽസും അവൈലബിൾ ആട്ടോ. താഴെ വെൽ പാക്കഡ് ആണ്. ഇത്രയും വലിയൊരു വാഹനമായിട്ട് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 239 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇനി ബാക്ക് ഓവർഹാങ് നോക്കുകയാണെങ്കിൽ 4041 mm വരുന്നുണ്ട് കേട്ടോ. ഇന്റീരിയർ നോക്കിയാൽ 2+1 ബെഡാണ്. മോസ്റ്റ് ലക്ഷൂറിയസ് ഇന്റീരിയർ കേട്ടോ. എന്തുട്ട ക്ലാരിറ്റിയിലെ കാണാനായിട്ട്. ഇവിടെ ഒരു ബെല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലോക്ക് കാണാം. ക്യാമറ ഉണ്ട് കേട്ടോ. ലൈവ് റെക്കോർഡിംഗ് ആണ്. ഈ ഭാഗത്ത് നമ്മുടെ ബാഗ് വെക്കാനുള്ള സ്പേസ് ആട്ടോ. അതിലും പ്രകാശ് എന്നുള്ള ഒരു പ്രീമിയം ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ഡിം ലൈറ്റ്, നമ്മുടെ നീല കളർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയറിലും പ്രകാശ് എന്നുള്ള ഒരു ബാഡ്ജിങ് ഒക്കെ കാണാം. ഇത് താഴെയുള്ള ബെഡാട്ടാ. അത് മാത്രമല്ല റീഡിംഗ് ലാംപ്സ് ഒക്കെ ഉണ്ട്. ഇരുന്ന് പോകാനും കിടന്നു പോകാനും പറ്റൂട്ടാ. കിടന്നു പോകാനായിട്ട് പില്ലോ ഉണ്ട്. ചാരി ഇരിക്കാനായിട്ട് ബാക്കിൽ കുഷനും ഉണ്ട്. അതിലും കേപ്പലിലെ GT എഴുതിയേക്കണാണ്. ആ ഒരു കേപ്പലിലെ GT എഴുതിയേക്കണ കാണാൻ തന്നെ ഒരു പ്രത്യേക രസാട്ടാ. പിന്നെ പ്രീമിയം കാറുകളിലൊക്കെ വരുന്ന AC വെന്റുകൾ കാണാം. ടച്ച് ആട്ടത് നോക്കിയാൽ റീഡിംഗ് ലാംപ്സ്
നൈസായിട്ടില്ലേ. ഇത്രയും നാളുള്ള പോലെ അല്ല കേട്ടോ പ്രകാശ് ബോഡി ബിൽഡേഴ്സ്. ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഡിം ലൈറ്റ് കാണാം, സ്പീക്കർ വരുന്നുണ്ട്, പിന്നെ ആ ഒരു നമ്പറുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെയും ക്യാപ്പല്ല GT കാണാം. പിന്നെ കസ്റ്റമേഴ്സിനായിട്ട് C-ടൈപ്പ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എമർജൻസി ആ ഒരു സ്വിച്ച് കാണാണ്ട നമ്മുടെ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ വാഹനം കാര്യങ്ങളൊക്കെ അപകടമൊക്കെ തന്നെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഓണർക്ക് ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ ഒക്കെ ഷെയർ ആവും. പിന്നെ അടുത്തൊരു കാര്യം പറയാനാണെങ്കിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ 36 ബെർത്തുകളാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ജെടാക്കിന്റെ AC ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദാറ്റു ഒരു ബെഡും കാര്യങ്ങളും ഇവിടെ കാണാട്ടോ. അതിന്റെ ഇടയിൽ പ്രൈവസിക്ക് വേണ്ടി കർട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഇതിന്റെ അകത്തുള്ള കളേഴ്സ് യൂസ് ചെയ്തേക്കുന്നത് അതും പ്രീമിയം സെറ്റപ്പിൽ തന്നെയാട്ടോ. നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് എല്ലാം സെറ്റ് ചെയ്തേക്കണേ. എന്താ വെച്ചാൽ ഓവർ കളർഫുൾ അല്ല, എന്നാൽ നല്ലൊരു പ്രീമിയം സെറ്റപ്പാണ്. താഴെ നടക്കുന്ന ഭാഗത്ത് താഴ്വശത്തൊക്കെ എല്ലാം ഒരു പ്രീമിയം വാം കളർ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എമർജൻസി എക്സിറ്റ്. താഴെ ഈ ഒരു ഭാഗത്തും ഒരു സ്റ്റെപ്പുകളൊക്കെ കാണാം. ഫയറിന്റെ സെറ്റപ്പുകളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വാഹനത്തിൽ കല്ലട ഗ്രൂപ്പിന്റെ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴ്ന്ന് കമന്റ് ചെയ്തോളൂ. മാത്രമല്ല ക്യാപ്പല്ല GTയിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും താഴ്ന്ന് കമന്റ് ചെയ്തോളൂ. പിന്നെ ഇത്രയും നാൾ നിങ്ങൾ യാത്ര ചെയ്താൽ ഏത് ബസ്സിന്റെ ഇന്റീരിയർ ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതും ഒന്ന് കമന്റ് ചെയ്തോളൂ. ഇനി നമുക്ക് ചെക്കന്റെ ഇന്റീരിയർ ഡ്രൈവർ ക്യാബിനിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. ഗൈസ്, നമ്മളിന്ന് ഏത് ബസ്സിന്റെ ഇന്റീരിയർ ഇരിക്കണേന്ന് അറിയോ? രണ്ടാമത്തെ നമ്മുടെ കല്ലട ഗ്രൂപ്പിന്റെ ഒരു കിടില ഐറ്റത്തിന്റെ അകത്താട്ടോ, ബോംബ് ഐറ്റത്തിന്റെ അകത്ത്. ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു. നോക്കിയാൽ ഇന്റീരിയർ എന്തുട്ടാ സ്റ്റിയറിംഗ് എന്നൊക്കെ വന്നാൽ ഇതാട്ടാ നമ്മുടെ ഭാരത് ബെൻസിന്റെ സ്റ്റിയറിംഗ്. ഞാൻ ഈ ബസ്സൊന്ന് ഓണാക്കി കാണിച്ചാട്ടാ. ഇതാണ് നമ്മുടെ ചാവി. കണ്ട എന്റെ മോനെ എന്തുട്ടാ സൗണ്ട് അല്ലേ. നമ്മുടെ സ്റ്റിയറിംഗ് തന്നെയാണ് എല്ലാ കൺട്രോൾസും. സെന്ററിലെ ആ ഒരു ടയറിന്റെ അലൈൻമെന്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിൽ തന്നെ വാഹനത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കും കേട്ടോ. ഒരു ചെറിയ മിസ്സിംഗ് ഉണ്ടെങ്കിൽ അതുപോലും കാണിക്കും. പിന്നെ മാത്രമല്ല ആന്റി റോൾ ബാർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് വെഹിക്കിൾ ആ ഒരു സ്റ്റെബിലിറ്റി കൺട്രോൾ പ്രോഗ്രാം ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കുറവാട്ടാ. 6 സ്പീഡ് ആ ഒരു ഗിയർ ട്രാൻസ്മിഷൻ കാണാം. ക്രൂസ് കൺട്രോൾ ഒക്കെ ഉണ്ട്. പിന്നെ ആ മാത്രമല്ല 5 സ്റ്റേജ് റിട്ടാർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും ECU കൺട്രോൾഡ് ആണ്. നമ്മുടെ AC ഒക്കെ ഓൺ ആക്കി ഇടാട്ടോ, ഒന്ന് ജില്ലായിട്ടൊന്ന് തണുപ്പാവട്ടെ. പിന്നെ ഫ്രണ്ടിലത്തെ മിററുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് റിമോട്ടാട്ടോ. റൈറ്റ് സൈഡിൽ വാഹനത്തിന്റെ പാർക്ക് ബ്രേക്കിംഗ് ആണ്. ഇതാണ് ആ ഒരു ഡ്രൈവറിന്റെ കോക്ക്പിറ്റ് ഇട്ടാ. ഇവിടെ ദൈവങ്ങളുടെ ഒരു ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റോക്ക് കണ്ടീഷൻ ആട്ടോ. വലിയ ക്യാബിനാണ്. ഈ ഒരു ഭാഗത്ത് ബെർത്ത് എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇനി വൈകാതെ അപ്ഡേഷനിൽ ഞാൻ പറയാട്ടെ എന്താണ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഭാരത് ബെൻസിന്റെ ഗിയർ. നിങ്ങളുടെ അഭിപ്രായം എന്താ ചെയ്യുന്ന താഴ്ന്ന് കമന്റ് ചെയ്തോളൂ. എനിക്കൊരു ഭയങ്കര രസകരമായിട്ടുള്ളതാണ് ആ ഒരു ഗിയർ. അത്രയും പഴം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേട്ടാ. മറ്റുള്ള വാഹനങ്ങൾ പൊട്ടയെന്നല്ല, ഭാരത് ബെൻസ് ഒരു മുൻതൂക്കം കൂടുതലാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിന്റെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ OM 926 6 സിലിണ്ടർ 7200 cc 150 കിലോവാട്ട് പവറും 850 ന്യൂട്ടൺ മീറ്റർ ടോർക്കാട്ടവും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിനും കാര്യങ്ങളും അത്രയും പവർഫുള്ളാണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ഉള്ള ഒരു സ്വിച്ചുകളായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോറ് ക്ലോസും എയർ ഡോറുകൾ തന്നെയാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കുറേ സ്വിച്ചുകളാണ്. അത് അകത്തത്തെ ലൈറ്റുകളുടെ സ്വിച്ചുകളൊക്കെയാണ്. പിന്നെ നമ്മുടെ ആ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളുള്ള സ്വിച്ചുകൾ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.